നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗൂഗിൾസ് ടെക് ട്രാവലിന്റെ മറ്റൊധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പവർ ബാങ്ക് ആണ്. പവർ ബാങ്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണല്ലോ. നമുക്ക് ഏത് ഘട്ടത്തിലാണ് ഒരു ചെറിയ പവറുള്ള ഒരു പവർ ബാങ്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് പവർ ബാങ്ക് വേണ്ടത്, ഏത് ഘട്ടത്തിലാണ് വേണ്ടതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ചെറിയൊരു പവർ ബാങ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതിന് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു 9 വോൾട്ടിന്റെ ഒരു സാധാരണ ബാറ്ററി, നമുക്ക് ഇത് എല്ലാ കടകളിലും തന്നെ ഇപ്പോൾ വാങ്ങിക്കാൻ ലഭ്യമാണ്. ഒരു കാർ ചാർജർ. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് നിർമ്മിക്കാനായി നമുക്ക് ആകെ വേണ്ടത് ഈ 2 സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഇത് എത്ര സമയം ചാർജ് ഒരു ഫുൾ ചാർജ് ആകും എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം ഫോൺ ഓഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അത് ഓൺ ചെയ്തെടുക്കാനൊക്കെ സഹായിക്കും പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന പോലെ വേണമെന്നില്ല. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വേറെ രീതികളെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഈസി, ഈ ബാറ്ററിയുടെ ഇവിടെ തന്നെ കണക്ട് ചെയ്യുന്ന 2 ഹോൾഡേഴ്സ് ഉണ്ട്. അതുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷെ എന്റെ കയ്യിൽ അതിപ്പോ ഇല്ല. അതില്ലാത്തതുകൊണ്ട് ഞാൻ വയർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിലും ഓരോ വയർ ജസ്റ്റ് ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ ഈ വയർ നമുക്ക് ഘടിപ്പിക്കാം. ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ ഈ ഭാഗത്തും ചാർജറിന്റെ ഈ ഭാഗത്തും, നെഗറ്റീവ് ടെർമിനൽ ഈ ഭാഗത്തുമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പിന്റെ സഹായം കൊണ്ട് അതും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവ് ടെർമിനൽ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. ആ വയർ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ. അത് ഇളകി പോവാത്ത രീതിയിലും നമ്മൾ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സ്, നമ്മളിത് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോ ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചാർജ് ആവുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മൊബൈൽ കണക്ട് ചെയ്ത് ചാർജ് ആവുന്നുണ്ടോ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. നോക്കാം, കാണാം. അപ്പോൾ ഞാൻ ഈ ഫോണ് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. കാണാം, മായമില്ല, മന്ത്രമില്ല. കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫോൺ ഓൺ ആയിട്ടുണ്ട്, ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ 100% ജെന്യുവൻ ആണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ അവിടെ എന്താ പ്രസ് ചെയ്ത് പിടിച്ചേക്കുന്നത്. എനിക്ക് ഈ വയർ ഞാൻ ഒട്ടിച്ചാൽ എന്താ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചേക്കുന്നത്. കണ്ടോ, ചാർജ് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബാറ്ററിയുടെ ആ 2 കണക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടേപ്പ് വെച്ച് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മളെ ഈ പവർ ബാങ്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഴിയുമെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും എമർജൻസി സമയത്ത് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും മറ്റൊരു അധ്യായമായി കാണുന്നവരിക്കും ബൈ ബൈ.